ഇന്നും 100-150 വർഷത്തിലധികമായിട്ട് വിപണികൾ പിടിച്ചടക്കിക്കൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും സ്വാദിനെ ആകർഷിക്കുന്ന ഒരു പ്രത്യേകതരം സ്നാക്കാണ് അല്ലെങ്കിൽ സ്നാക്സാണ് പൊട്ടറ്റോ ചിപ്സ്. 1849 ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടു എന്ന് വിചാരിക്കുകയും 1853 കൊമേഴ്സ്യലായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ചെയ്തു എന്ന് പറയുന്ന സ്നാക്സിൻ്റെ വിജയത്തിന് പിന്നിൽ കൃത്യമായിട്ടുള്ള ചില പാറ്റേണുകളുണ്ട്. അതിലൊന്നെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് വീണ്ടും വീണ്ടും വിശപ്പില്ലാതിരുന്നിട്ട് പോലും നമുക്ക് ഇത്തരത്തിലുള്ള പൊട്ടറ്റോ ചിപ്സുകൾ കഴിക്കാനായിട്ടുള്ള ആഗ്രഹം ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. കുറഞ്ഞ പൈസയ്ക്ക് തന്നെ കിട്ടുന്ന ഇത്തരം പൊട്ടറ്റോ ചിപ്സിൻ്റെ കവറുകൾ വളരെ വലുതാണെങ്കിലും അതിൻ്റെ 50%-ലധികവും വായു നിറച്ചതിന് ശേഷം വളരെ തുച്ഛമായ എണ്ണം ചിപ്സുകൾ മാത്രം നമുക്ക് ലഭ്യമാക്കുന്നതിന് പിന്നിലുള്ള ഒരു ഉദ്ദേശശുദ്ധി എന്താണ്? അത് കമ്പനികൾക്ക് ലാഭം ഉണ്ടാക്കാനുള്ളതാണോ? ഇതിനകത്തിരിക്കുന്ന പൊട്ടറ്റോ ചിപ്സിൻ്റെ ഷേപ്പ്, അതിൻ്റെ ആ ഒരു സ്ട്രക്ചർ, അതുപോലെ തന്നെ എയറോഡൈനാമിക്കലി അതിൻ്റെ പ്രോപ്പർട്ടികളൊക്കെ തന്നെ എങ്ങനെയാണ് പൊട്ടറ്റോ ചിപ്സ് ഉണ്ടാക്കുന്ന കമ്പനികൾക്ക് ഇത്രയേറെ ലാഭം ഉണ്ടാക്കി കൊടുക്കുന്നത് എന്നുള്ളതാണ്. അതായത് വളരെ നിസ്സാരമായിട്ടുള്ളൊരു സ്നാക്സ് അല്ല, പകരം കൃത്യമായ എഞ്ചിനീയറിംഗ് മികവിൻ്റെ സഹായത്തോടു കൂടി പ്രീ പ്ലാൻഡ് ആയിട്ട് തന്നെ ലോകം മുഴുവൻ കീഴടക്കിക്കൊണ്ടിരിക്കുന്ന ചിപ്സ് കമ്പനികളാണ് നമുക്ക് ചുറ്റുമുള്ളത്. ചിപ്സ് പാക്കറ്റുകൾ നമുക്ക് കിട്ടുന്ന ചിപ്സിൻ്റെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ നിരാശപ്പെട്ടിരിക്കാം. പക്ഷേ അതിനകത്ത് കാണുന്ന മസാല ചേർത്ത ഈ പൊട്ടറ്റോ ചിപ്സ് കാണുന്ന സമയത്ത് നമുക്ക് പലർക്കും സംശയം തോന്നാവുന്ന ഒരു കാര്യമാണ്, ഇതെങ്ങനെയാണ് ഇത്രയും അമർന്നിരുന്നിട്ട് പോലും പൊട്ടിപ്പോകാത്തത്? നമ്മളൊരു പൊട്ടറ്റോ ചിപ്സ് എടുത്തു കഴിഞ്ഞാൽ അതിൽ പ്രധാനമായിട്ടും നമുക്ക് കാണാൻ കഴിയുന്ന 2 തരത്തിലുള്ള ഷേപ്പുകളുണ്ട്. ഇതിപ്പോൾ ഒരു പരന്ന രൂപമായിരുന്നുവെങ്കിൽ നമുക്ക് 3D ഷേപ്പ് ആണെന്ന് പറയാമെങ്കിലും ഈ പൊട്ടറ്റോ ചിപ്സിലേക്ക് നോക്കുന്ന സമയത്ത് കർവുകൾ കാണാൻ കഴിയും. എന്ത് കർവുകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്? ഒരു കുഴിഞ്ഞിരിക്കുന്ന ഭാഗവും അതിൻ്റെ 90 ഡിഗ്രി ആയിട്ട് താഴ്ന്നിരിക്കുന്ന ഒരു ഭാഗവും, അതായത് യു ഷേപ്പ് പോലെ ഇരിക്കുന്ന ഒരു ഭാഗവും ഇൻവെർട്ടഡ് യു ഷേപ്പ് പോലെ ഇരിക്കുന്ന ഭാഗവും. അപ്പോൾ യു ഷേപ്പ് പോലെ ഇരിക്കുന്ന ആ ഒരു കർവിനെ നമ്മൾ പോസിറ്റീവ് കർവെന്നും ഇൻവെർട്ടഡ് യു ഷേപ്പിൽ ഇരിക്കുന്നതിനെ നമ്മൾ നെഗറ്റീവ് കർവെന്നും പറയുന്ന സമയത്ത് തന്നെ ഈ പൊട്ടറ്റോ ചിപ്സിനെ നമ്മൾ പൊട്ടിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രെഡിക്റ്റഡ് ആയിട്ടുള്ളൊരു പാതയിലൂടെ അതിനെ പൊട്ടിക്കാൻ കഴിയില്ല, റാൻഡം ആയിട്ടാണ് പൊട്ടുന്നത്. അത് മാത്രമല്ല, ഇതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ളൊരു പ്രഷർ കൊടുക്കുമ്പോൾ അത് പല ഭാഗത്തേക്ക് ഡിസ്ട്രിബ്യൂട്ടായി പോകുന്നതും കാണാൻ സാധിക്കും. ചരിത്രത്തിലെ മറ്റെല്ലാ സ്നാക്സുകളെ അപേക്ഷിച്ച് വലിയ നീണ്ടൊരു ചരിത്രം തന്നെ പൊട്ടറ്റോ ചിപ്സുകൾക്കുണ്ട്. ഏകദേശം 2ാം ലോക മഹായുദ്ധ സമയത്ത് നോൺ എസെൻഷ്യൽ ഫുഡായിട്ട് പ്രഖ്യാപിക്കുകയും അതിനുശേഷം വീണ്ടും ലോകത്താകമാനം പടർന്നു വളരുകയും ചെയ്ത ഒരു ഐറ്റമായിട്ടാണ് നമുക്ക് പൊട്ടറ്റോ ചിപ്സുകളെ പറയാൻ കഴിയുന്നത്. പക്ഷേ എന്തുകൊണ്ടാണ് ഇതിപ്പോഴും നമുക്ക് ഇത്രത്തോളം അഡിക്ഷൻ ഉണ്ടാക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഇറ്റ്സ് ഫീൽ ഗുഡ്. ഇത് കഴിക്കുമ്പോൾ നമുക്ക് നല്ല ഗുഡ് ഫീലിംഗ് ഉണ്ടാകുന്നു എന്നുള്ളത് കൊണ്ടാണ്. പക്ഷേ ഇത് ചേർത്തിരിക്കുന്ന മസാലകളും കാർബോഹൈഡ്രേറ്റുകളും പ്രധാനമായിട്ടും നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരമാണ്, അല്ലെങ്കിൽ ക്രമേണ ദോഷം ചെയ്യും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇത് ഞാൻ പ്രധാനമായിട്ടും നിങ്ങളോട് പറയാമെന്ന ഏറ്റവും ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് പൊട്ടറ്റോ ചിപ്സുകളുടെ ഷേപ്പിനെ കുറിച്ചാണ്. ആദ്യം ഞാൻ ആ ഷേപ്പ് എടുത്തതിന് ശേഷം കാണിച്ച കുറേ ഭാഗങ്ങളില്ലേ, അവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും പൊട്ടറ്റോ ചിപ്സുകൾ എന്ന് പറയുന്നത് വളരെ വെൽ ഡിഫൈൻഡ് ആയിട്ട് ക്രാഫ്റ്റ് ചെയ്യപ്പെട്ടവയാണ് എന്നുള്ളതാണ്. അതിലുപയോഗിച്ചിരിക്കുന്ന ചിപ്സുകളുടെ ഷേപ്പ് എന്ന് പറയുന്നത് ഹൈപ്പർബോളിക് പാരാബോളോയിഡ് എന്ന് പറയുന്ന ഒരു ജിയോമെട്രിക്കൽ ഷേപ്പാണ്. സാധാരണഗതിയിൽ നമുക്ക് അങ്ങനെ കാണാൻ കഴിയില്ലെങ്കിലും ഏറ്റവും കൂടുതൽ നമുക്ക് കുറഞ്ഞ മാസിൽ കൂടുതൽ സ്ട്രെങ്ത് തരാൻ കഴിയുന്ന ഒരു സ്ട്രക്ചറായിട്ട് നമുക്ക് ഹൈപ്പർബോളിക് പാരാബോളോയിഡിനെ കാണാൻ കഴിയും. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, ഈ കർവ്ഡ് ആയിട്ടുള്ള കോൺക്രീറ്റ് സ്ട്രക്ചറുകൾ, വുഡൻ മെറ്റലുകൾ ഇത്തരത്തിലുള്ള സ്നാക്സുകൾക്കൊക്കെ തന്നെ പരമാവധി സ്ട്രെങ്ത് കാണുകയും എന്നാൽ അതിൽ ഉപയോഗിച്ചിരിക്കുന്ന പദാർത്ഥങ്ങൾ വളരെ കുറവായിരിക്കും. ഉദാഹരണത്തിന് കർവ്ഡ് ആയിട്ടുള്ള ഷേപ്പുകളാണ് മുട്ട എന്ന് പറയുന്നത്. നമുക്ക് കയ്യിൽ മുട്ട വെച്ചുകൊണ്ട് അതിനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് മുട്ട പൊട്ടത്തില്ല. അതുപോലെ തന്നെ വളരെ നേർത്ത അലുമിനിയം ക്യാനുകളിലൂടെ നമുക്ക് സോഫ്റ്റ് ഡ്രിങ്കുകൾ കിട്ടാറുണ്ട്. ഈ അലുമിനിയം ക്യാനുകളും അത്രത്തോളം പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന ഒരു കാര്യമല്ല. അതേസമയം ഒരു അലുമിനിയം ഷീറ്റ് എന്ന് പറയുന്നത് പെട്ടെന്ന് കംപ്ലൈൻ്റ് ആയി പോകുന്നതുമാണ്. അപ്പോൾ ഇവിടെ കർവ്ഡ് സർഫസുകൾ അല്ലെങ്കിൽ വളഞ്ഞ സർഫസുകൾക്ക് സ്ട്രെങ്ത് കൂടുതലാണ് എന്നൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ ഒരു നിരത്തി വെച്ചിരിക്കുന്ന ഒരു അലുമിനിയം തകിടെടുത്ത് കഴിഞ്ഞാൽ അതൊരു 2D ഷേപ്പാണ്. അപ്പോൾ എക്സ് ആക്സിസും ഉണ്ട്, വൈ ആക്സിസും ഉണ്ട്. നമ്മളതിൻ്റെ ഒരു ഡയറക്ഷനിൽ എക്സ് ആക്സിസിൽ മാത്രം നമ്മൾ കർവ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു പോസിറ്റീവ് കർവേച്ചറോ നെഗറ്റീവ് കർവേച്ചറോ ഉണ്ടാകാം. തൊട്ടടുത്ത ആക്സിസ് എന്ന് പറയുന്നത് 0 കർവേച്ചർ ആയിരിക്കും, അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. എന്നാൽ 2 ആക്സിസുകളെയും ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് കർവ് ചെയ്യുന്ന സമയത്ത് മിനിമൽ കർവും വരും, മാക്സിമം കർവും വരും. ആ 2 കർവുകളും തമ്മിൽ കൂട്ടിമുട്ടുന്ന ഒരു സാഡിൽ പോയിന്റും ഉണ്ടായിരിക്കും. ഇവിടെ പൊട്ടറ്റോ ചിപ്സുകൾ നമ്മൾ ക്ലോസ് ആയിട്ട് നിരീക്ഷിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകുന്നത് അവയ്ക്ക് യു ഷേപ്ഡ് കർവും ഉണ്ട്. 90 ഡിഗ്രി തൊട്ടപ്പുറത്ത് വരുന്ന ആക്സിസിൽ ഇൻവെർട്ടഡ് യു ഷേപ്പ് കർവും ഉണ്ട്. അപ്പോൾ ഇവ രണ്ടും ചേർന്ന് വരുന്ന ഒരു സ്ട്രക്ചർ ആയതുകൊണ്ട് തന്നെ ഈ ഉപയോഗിച്ചിരിക്കുന്ന ഹൈപ്പർബോളിക് പാരാബോളോയിഡ് എന്ന് പറയുന്നത് ഒരു കൃത്യമായ അഡ്വാൻറ്റേജ് പൊട്ടറ്റോ ചിപ്സുകൾക്ക് കൊടുക്കുന്നുണ്ട്. പൊട്ടറ്റോ ചിപ്സുകളുടെ പ്രൊഡക്ഷനിൽ ഏറ്റവും കൂടുതൽ നമ്മൾ നേരിടുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇത് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഇവ കൂട്ടത്തോടെ ഇത്രയും നൈസായിട്ടുള്ള വളരെ കുറച്ച് പൊട്ടറ്റോ ചിപ്സിൻ്റെ മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ട് വളരെ വലിപ്പമുള്ള ഇത്തരം പ്രോഡക്റ്റുകൾ ഉണ്ടാക്കുന്ന സമയത്ത് ഏറ്റവും അടിയിലിരിക്കുന്ന ഭാഗങ്ങൾ പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്.
അതായത് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യത്തിൽ വരുന്ന ബുദ്ധിമുട്ട്. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യമാണ് കമ്പനിയിൽ ഇത്തരത്തിൽ പൊട്ടറ്റോ ചിപ്സുകൾ ഉണ്ടാകുന്ന സമയത്ത് കാറ്റടിച്ചും മറ്റും അത് പറന്നു പോകാനും അല്ലെങ്കിൽ തന്നെ എയറോഡൈനാമിക്കലി എങ്ങനെയാണ് ഇത് റിയാക്ട് ചെയ്യുന്നത് എന്നുള്ളത്. ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു സ്നാക്സ് ആണ്, അപ്പോൾ പെട്ടെന്ന് കാറ്റടിക്കുമ്പോൾ പറന്നു പോകാനുള്ള സാധ്യതയുണ്ട്. മൂന്നാമത്തെ മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇത് കൃത്യമായ രീതിയിൽ ഒരു ക്രഞ്ചി ഫീലിംഗ് ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളതാണ്. അത് നമ്മൾ ചവയ്ക്കുന്ന നേരത്ത് കൃത്യമായിട്ടുള്ള പ്രീപ്രെഡിക്റ്റബിൾ അല്ലാത്തൊരു ക്രഞ്ചി ഫീലിംഗ് അതിനുണ്ടാകണം. ആ കറുമുറയുള്ള ശബ്ദമാണ് മിക്കപ്പോഴും നമ്മുടെ സ്നാക്സിനൊരു യുണീക്ക് ഫീലിംഗ് കൊടുക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം നിലനിൽക്കുന്നുണ്ട്. പ്ലസ് എണ്ണയും മറ്റും ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഫാറ്റി ആസിഡുകൾ ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കുന്ന പൊട്ടറ്റോ ചിപ്സുകൾ കംപ്ലൈൻ്റ് ആയി പോകാതിരിക്കാനുള്ള ഒരു മെഷറുകൾ സ്വീകരിക്കുക എന്നുള്ള പ്രശ്നവും മുമ്പിൽ കാണുന്നുണ്ട്. ഇതിൽ കുറേയൊക്കെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് ഹൈപ്പർബോളിക് പരാബോളോയിഡ് എന്ന് പറയുന്ന ഷേപ്പിനെ ഫോളോ ചെയ്യുന്നത്. ഞാൻ തൊട്ടും മുമ്പ് പറഞ്ഞ ജോമെട്രിക്കൽ ഷേപ്പിന് എന്തൊക്കെ പ്രത്യേകതകളുണ്ട്, നമ്മൾ അതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ സാഡിൽ പോയിന്റിൽ നിന്ന് എത്ര അകലെയായാൽ പോലും അതിന് ഒരു പുഷ് ചെയ്യുന്ന ആക്സിസും വരും, പുൾ ചെയ്യുന്ന ആക്സിസും വരും. അല്ലെങ്കിൽ മിനിമം കർവേച്ചർ ഉള്ളതും മാക്സിമം കർവേച്ചറും ഉള്ളതുമായിട്ടുള്ള ആക്സിസുകളിൽ ഫോഴ്സ് അനുഭവപ്പെടുകയും കൃത്യമായിട്ട് പൊട്ടിപ്പോവാത്ത രീതിയിൽ പുഷ് ആൻഡ് പുള്ള രീതിയിൽ ഇത് ഒരു ബലമുള്ള രൂപമായിട്ട് നിൽക്കുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മൾ വളരെ കുറച്ച് സാധനമാണ് ഉണ്ടാക്കുന്നത്. ഒരു പൊട്ടറ്റോ ചിപ്സിലെ ഒരു പീസ് എന്ന് പറയുന്നത് അത്രമാത്രം ക്വാണ്ടിറ്റി കുറച്ചാലേ അവർക്ക് കമ്പനിക്ക് ലാഭം ഉണ്ടാക്കാൻ പറ്റൂ. അതേസമയം ഇതിന് ബലവും വേണം. മറ്റൊന്നാണ് ഇതിനെങ്ങനെയാണ് ഒരു ക്രഞ്ചി ഫീൽനെസ് ഉണ്ടാക്കുക. നിങ്ങൾ ഈ ഹൈപ്പർബോളിക് പരാബോളോയിഡ് ഷേപ്പിലുള്ള ഏത് വസ്തു എടുത്തു കഴിഞ്ഞാലും നമുക്കതിനെ സിമ്മട്രിക്കലായിട്ട് മുറിക്കാൻ കഴിയത്തില്ല. അത് പൊട്ടിക്കുന്ന സമയത്ത് അത് അസിമെട്രിക്കലായിട്ട് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയാത്തൊരു പാതയിലൂടെ കുറച്ച് കട്ടിക്കാണ് പൊട്ടുക, ബ്രോക്കൺ ആവുക. നമ്മൾ വായിക്കകത്ത് ഇടുന്ന സമയത്തും അത് ചവയ്ക്കുന്ന സമയത്തും ഇതാണ് നമുക്കൊരു ഗുഡ് ഫീലിംഗ് തരുന്നത്. നമ്മുടെ നാക്കിൻ്റെയും മൗത്തിൻ്റെ അപ്പർ റൂഫിൻ്റെയും ഇടയിൽ കൃത്യമായിട്ടിരിക്കുന്ന ഒരു കർവേച്ചർ ഫോം ചെയ്തുകൊണ്ട് നിർമ്മിക്കുന്നത് കൊണ്ട് തന്നെ ചവച്ച് കഴിച്ചില്ലെങ്കിൽ പോലും അതിൻ്റെ മസാല കൃത്യമായിട്ട് നമ്മുടെ രുചിഭേദങ്ങളെയും നമ്മുടെ ബ്രെയിനിൻ്റെ ആ ഒരു ആക്ടിവേറ്റിംഗ് സെല്ലിനെയും ഉണർത്തുന്നുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞ ഹെഡോണിക് ഹൈപ്പർഫേജിയ എന്ന് പറയുന്ന ഒരു സൈക്കോളജിക്കൽ സ്റ്റേജ് എന്ന് പറയുന്നത് വിശപ്പില്ലാത്ത സമയത്ത് പോലും നമുക്ക് ചില പ്രത്യേക ഫുഡുകൾ കഴിക്കാൻ തോന്നുന്ന ഒരു സ്റ്റേജാണ്. അതായത് കൃത്യമായിട്ട് വിശപ്പുണ്ടെങ്കിൽ നമ്മൾ ടേസ്റ്റ് ആയിട്ടുള്ള ഫുഡ് കഴിക്കൂ എന്ന് പറയാൻ കഴിയും? ഇല്ല. പലപ്പോഴും ഒരു അഡിക്ഷൻ പോലെ നമ്മൾ ഫുഡ് കഴിക്കാറുണ്ട്. അതാണ് ഈ ഫാസ്റ്റ് ഫുഡുകളും അതുപോലെ തന്നെ സ്നാക്സുകളും. പൊട്ടറ്റോ ചിപ്സുകൾ കൃത്യമായിട്ട് ആ ഒരു പാതയിൽ വരുന്ന ഒന്നാണ്. അതായത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഫാറ്റ്, കാർബോഹൈഡ്രേറ്റുകൾ, സോഡിയം തുടങ്ങിയവയ്ക്കുള്ള ടേസ്റ്റ് എന്ന് പറയുന്നത് ബ്രെയിനിൽ പ്രത്യേക തരത്തിലുള്ള ഒരു ലഹരി ഉൽപ്പാദിപ്പിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ നാക്കിൽ നിന്നും ഇത്തരത്തിലുള്ള രുചിഭേദങ്ങൾ നമ്മുടെ ബ്രെയിന് തിരിച്ചറിയാൻ കഴിയുന്ന സമയത്ത് അവ കൂടുതലായിട്ട് ശരീരത്തിൽ എത്തിച്ചേരണം എന്ന് നമ്മുടെ ബ്രെയിൻ ആഗ്രഹിക്കുകയും അതിനനുസരിച്ച് നമുക്ക് വീണ്ടും വീണ്ടും കഴിക്കാനുള്ളൊരു തോന്നൽ ഉണ്ടാവുകയും ചെയ്യുന്നു. പക്ഷേ ആ ഒരു തോന്നലാണ് പലപ്പോഴും നമ്മുടെ ആരോഗ്യത്തെയും അതുപോലെ തന്നെ പൊണ്ണത്തടിയും ഒക്കെ വരുന്നതിന് കാരണമാവുകയും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നത് എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. ഇനി എന്തിനാണ് പൊട്ടറ്റോ ചിപ്സുകളുടെ കവറുകളിൽ പ്രധാനമായിട്ടും വായു നിറച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പൊട്ടറ്റോ ചിപ്സുകൾ അടങ്ങിയിരിക്കുന്നത് ഫാറ്റി ആസിഡുകളൊക്കെയാണ് എന്ന് നമുക്കറിയാം. ഫാറ്റി ആസിഡുകൾ എന്ന് പറയുന്നത് എണ്ണയിൽ വറുത്തെടുത്ത വസ്തുക്കളാണ്. അപ്പോൾ അന്തരീക്ഷത്തിലെ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് ഇവയുടെ സ്ട്രക്ചറുകളിലും ബോണ്ടുകളിലും വ്യത്യാസം ഉണ്ടാവുകയും ചീത്തയായി പോകാനുള്ള സാധ്യതയുണ്ട് പൊട്ടറ്റോ ചിപ്സുകൾ. നമുക്കറിയാം എണ്ണയിൽ വറുത്ത പദാർത്ഥങ്ങൾ നമ്മുടെ വീട്ടിൽ സൂക്ഷിക്കുമ്പോൾ വായു കടക്കാത്ത കുപ്പിയിൽ അടച്ചു വയ്ക്കണം എന്ന് പറയാറുണ്ട്. വായു ഉള്ള ഒരു പൊതിയിൽ തന്നെ സൂക്ഷിക്കുന്നു. അപ്പോൾ അതെങ്ങനെ ശരിയാവും? അതിനകത്ത് വായുവല്ലേ. പക്ഷേ ഓക്സിജൻ ഇല്ലാത്ത നൈട്രജൻ മാത്രമുള്ള വായുവാണ്. നൈട്രജൻ എന്ന് പറയുന്ന പൊതുവെ ഇത്തരത്തിൽ ഫാറ്റി ആസിഡുകളിലും മറ്റും ഇനാക്റ്റീവ് ആയിട്ടുള്ള ഒരു വാതകമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ലേസുകളിൽ വായു നിറയ്ക്കുന്നതിലുള്ള ഒരു പർപ്പസ് എന്ന് പറയുന്നത് ഇത് കേടുകൂടാതെ സൂക്ഷിക്കാനും അതുപോലെ തന്നെ ആ ഒരു ബൾജിനെസ് ട്രാൻസ്പോർട്ടേഷൻ സഹായിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അതുമാത്രമല്ല ഇതിനൊരു ഗ്ലേസി ഫീലിംഗ് കൂടി ഉള്ളതും ഒരുപാട് വലിപ്പം തോന്നുന്നതും കൂടുതൽ ഉപഭോക്താക്കളെ ആകർഷിക്കും എന്ന കാര്യം നമുക്ക് വിസ്മരിക്കാൻ കഴിയുന്ന ഒന്നല്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിന്നും മാത്തമാറ്റിക്കലി ഒരു ജോമെട്രിക്കൽ പ്രോപ്പർട്ടിയെ എങ്ങനെയാണ് ചിപ്സ് കമ്പനികൾ കാര്യക്ഷമമായിട്ട് ഉപയോഗിച്ച് കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ് നടത്തുന്നതെന്നും പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിക്കുന്ന ചിപ്സ് കവറിനകത്തുള്ള വായു അത് പൊലിപ്പിച്ച് കാണിക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല എന്നും വിശപ്പില്ലാത്ത സമയത്തും നമുക്ക് ചില പ്രത്യേക ടേസ്റ്റുകൾക്ക് തോന്നുന്ന അഡിക്ഷൻ എന്താണെന്നും ഇന്നത്തെ വീഡിയോയിൽ നിന്നും നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്സുമായിട്ട് വീണ്ടും കാണാം. അതുവരെ